ജിത്തു സാർ, അപ്പൊ ഇതാണ് കാന്താരയുടെ കഥ. കുഴപ്പമില്ല. പിന്നെ ഒരു സസ്പെൻസ് ത്രില്ലർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ. അല്ല സാർ, ഞാനിതൊരു ഡിവോഷൻ ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓന്നും വിളിച്ച് ഒരാൾ ആൾക്കാരെ വന്ന് പേടിപ്പിക്കുന്നില്ലേ? അതെ. ഇങ്ങനെ പേടിപ്പിക്കുന്നതിന് പകരം നമുക്ക് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ട്വിസ്റ്റ് അങ്ങ് വെച്ച് ആളുകളെ പേടിപ്പിച്ചാലോ? അതല്ലേ ത്രില്ലിങ്. അല്ലാതെ സൗണ്ട് എഫക്ട് വെച്ച് പേടിപ്പിക്കാൻ ആർക്കും പറ്റും. അല്ല സാർ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഡിവോഷണൽ ആയിക്കോട്ടെ. ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്. ക്ലൈമാക്സിലെ ഗുളികനെ കാണിക്കുന്ന സീനൊക്കെ തിയേറ്റർ ഇളകണം. എനിക്ക് തോന്നുന്നത് വരുണിന്റെ ബോഡി കുഴിച്ചിട്ട് നായകൻ ഇങ്ങനെ സ്ലോ മോഷനില്. ഏത് വരും സാർ? സോറി, ദൃശ്യം 3 എഴുതുന്നതിന്റെ ഓർമ്മയായിപ്പോയി. പിന്നെ അവസാനം ക്ലൈമാക്സിൽ നായകൻ ഗുളിക കഴിച്ചിട്ട്. ഗുളികയല്ല സാർ, ഗുളികൻ. അത് പോട്ടെ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ സാർ. ഇതില് ഗീതാ പ്രഭാകർ അല്ല മറ്റേ ആ പോലീസ് ക്യാരക്ടർ ഒരു കേസ് അന്വേഷിച്ചിട്ട് ജന്മിയാണ് വില്ലനെന്ന് തെളിയിക്കുന്ന സീനില്ലേ? അതൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നല്ല കിടിലൻ ടിസ്റ്റ് ആയിരുന്നു. നമുക്കതിനകത്ത് സാർ, പക്ഷെ നമ്മൾ ആ ഇൻവെസ്റ്റിഗേഷൻ പോർഷൻ അധികം ഫോക്കസ് ചെയ്യുന്നില്ല. ശരി, ഇത്രയും നല്ലൊരു ട്വിസ്റ്റ് കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെക്കാനോ? അല്ല സാർ, അത് ഇയാൾക്ക് ഡിവോഷണൽ ഉണ്ടാക്കണം അല്ലയോ? ഞാൻ പറയാം, താൻ കേക്ക് പറയൂ സാർ. ഇന്നാപ്പടി ഡിവോഷണൽ. ഇതിലെ ആ ജന്മി ഉണ്ടല്ലോ, ആ മെയിൻ വില്ലൻ. അതെ. അങ്ങേര് നായകന്റെ ചേട്ടനെ തല്ലിക്കൊന്ന് ഒരമ്പലത്തിന്റെ സമീപത്തുള്ള ഒരു ആൽമരത്തിന്റെ അടി കുഴിച്ചിടുന്നു. പോലീസ് ഒന്ന് ചോദിക്കാൻ നേരത്ത് താൻ എല്ലാ ദിവസവും ഇവിടെ 1-ാം തീയതി കുളിച്ചു വരാൻ വരാറുണ്ടെന്നും തെളിവിനായിട്ട് ആ അമ്പലത്തിൽ ചെയ്ത വഴിപാടുകളുടെ രസീത് ഉണ്ടെന്നും പറയുന്നു. കൂടാതെ ആളുകളെ അവരെ അറിയാതെ സാക്ഷികളാക്കാൻ വേണ്ടിയിട്ട് ആ അമ്പലത്തിൽ നിന്ന് വഴിപാടായി കിട്ടുന്ന പായസം അവർക്ക് കൊടുത്തിട്ട് താൻ എല്ലാ മാസവും ഇവിടെ കുളിച്ചു വരാൻ വരുന്ന കഥകൾ അവരോട് പറയുകയും ചെയ്യും. ക്ലൈമാക്സിൽ താൻ ശവം കുഴിച്ചിട്ട് ആൽമരത്തിന്റെ അടിയിലിരുന്ന് കാറ്റ് കൊണ്ടിട്ട് നടന്നു പോകുന്ന ഒരു സ്ലോ മോഷൻ. ഇതാണോ ഡിവോഷണൽ? അത് മറന്നുപോയി. എന്നൊരു കാര്യം ചെയ്യും, ക്ലൈമാക്സിൽ പുള്ളി ഇങ്ങനെ സ്ലോ മോഷനിൽ നടക്കാൻ നേരത്ത് അമ്പലത്തിൽ നിന്ന് ഒരു ഭക്തി ഗാനം കേൾക്കട്ടെ. അപ്പൊ ത്രില്ലിന് ത്രില്ലുമായി, ഭക്തിക്ക് ഭക്തിയുമായി. സാറിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്തനായിട്ട് കാശ്മീരി കോഫി ഷോപ്പ് നടത്തുന്ന ഒരു ഫാമിലി മാൻ ആണ്. കോഫി ഷോപ്പ് കാശ്മീര് കൊള്ളാം. പിന്നെ കഴിഞ്ഞ പടത്ത് ഞാൻ കൈപൊക്കെയാണ് അഭിനയിച്ചത്. ഇതിനകത്ത് ഞാൻ കാലുപൊക്കെ അഭിനയിക്കണോ? സാർ ഒന്നും പൊക്കണ്ട, എനിക്ക് ഇങ്ങനെ തന്നെ ഇനി കിട്ടിയാൽ മതി. അപ്പൊ നാഷ് അവാർഡ് മിസ്സായി. നെക്സ്റ്റ്. ഇങ്ങനെ പാവമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിലും സാറിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. വാവ്, ഫ്രഷ്. എന്നിട്ട് സാറിന്റെ അപ്പനും ചിറ്റപ്പനും എല്ലാം അധോലോക കള്ളക്കടത്തുകാരാണ് സാർ. എന്താണ് കടത്തുന്നത്? പുകയിലയാണ് സാർ. അയ്യോ, പുകയില എനിക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ചന്ദനം കിട്ടുമോ? ചന്ദനം സെറ്റാക്കാം സാർ. പിന്നെ ചന്ദനം കിടത്തുന്ന ലോറിയെ ഞാൻ തന്നെ ഓടിച്ചോളാം. ആ റോള് വേറൊരുത്തനും കൊടുക്കണ്ട. ബാക്കി പറ. സാറിന്റെ അപ്പൻ ഒരു ചെറ്റയാണ്. അല്ല സാർ, സിനിമയില് സാറിന്റെ അപ്പൻ ദുർമന്ത്രവാദത്തിന് അടിമയായിട്ട് സാറിന്റെ പെങ്ങളെ തന്നെ കൊല്ലും. അവിടെ നമുക്കൊരു പാട്ട് സെറ്റ് ചെയ്യാം, എന്റെ ഒരു ഡാൻസും. അല്ല സാർ, ഇതൊരു ഇമോഷണൽ സീനാണ്. അവിടെ പാട്ട്. അതിനിപ്പോ എന്താ, ഞാൻ വിഷമിച്ചോണ്ട് ഡാൻസ് കളിച്ചോളാം. ശരി, എന്തേലും കാണിക്കേ. പിന്നെ ഇത് എൽസിയോ ആണ്. എന്തോ എൽസിയോ? അതൊന്നും വേണ്ട, വേറെ ഒരുത്തനും എന്റെ പടത്തിൽ ഷൈൻ ചെയ്യണ്ട. അല്ല സാർ, അത് താൻ പോയിട്ട് ആ എൽസിയോ ഒക്കെ പിറകെ കളഞ്ഞിട്ട് ഒന്നുകൂടെ വാ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ സാർ. അവന്റെ എൽസി. നമ്മുടെ പുഷ്പാത്രയുടെ സ്ക്രിപ്റ്റ് റെഡിയായി. ആളെ വിടു സ്വാമി. അപ്പൊ ചിരികാരു, ഇതാണ് നമ്മുടെ പടം. ഇതോ? അതെ. ക്ലൈമാക്സ് തിയേറ്റർ കത്തും. കത്തിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇതിൽ എന്റെ ഇൻട്രോ സോങ് എവിടെ? ഫൈറ്റ് എവിടെ? ആ വരുണിനെ കൊന്നതിന് ശേഷമുള്ള പാട്ട് എവിടെ? അയ്യോ, അതൊന്നും ഇതിലില്ല. ഇതൊരു സ്ലോ ബേണിംഗ് ത്രില്ലറാണ്. എന്തോന്ന് സ്ലോ ബേണിങ്? ഇത് താൻ പറയുന്ന പോലെ ഞാനൊരു കേബിൾ TV ഓപ്പറേറ്റർ അല്ല, ഞാനൊരു ന്യൂസ് ചാനലിന്റെ ഓണറാണ്. എനിക്ക് വിദേശത്തും ഓഫീസുകളുണ്ട്. എന്തിനാണ് സാർ അതൊക്കെ? പിന്നെ ഞാൻ എങ്ങനെ വിദേശത്ത് ഒരു ഐറ്റം ഡാൻസ് സെറ്റ് ചെയ്യും? ഐറ്റം ഡാൻസ്? പിന്നെ എന്റെ മോളുടെ നഗ്ന ചിത്രങ്ങൾ എടുത്ത ആ വരുണിനെ ഞാൻ ശൂലത്തിൽ കോർക്കും. ശൂലത്തില്? ധ്യാനത്തിന് മുമ്പ് ഒരു പാട്ടുണ്ടല്ലേ, അപ്പൊ കുരിശി തറച്ചിട്ട് കുഴിച്ചിടാം. അല്ല സാർ, ഇങ്ങനെയൊക്കെ ചെയ്ത ക്ലൈമാക്സിലെ ട്വിസ്റ്റിനൊരു പഞ്ച് കിട്ടത്തില്ല. ക്ലൈമാക്സ് ട്വിസ്റ്റ് ഞാൻ പറഞ്ഞു തരാമല്ലോ. ക്ലൈമാക്സിന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് 2 ചവിട്ടാൻ നേരത്ത് കുഴിച്ചിട്ട വരുണിന്റെ ബോഡി നേരെ പോലീസുകാരുടെ മുന്നിൽ വന്ന് വീഴുന്നു. അവിടെ വെച്ച് പാർട്ട് 2 ലോഡിങ്.